സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്മിലിൽ നിങ്ങൾ കണ്ട കാര്യം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഷിംജിത എന്ന് പറയുന്ന ആ പാവം പിടിച്ച പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു ബസ് യാത്രയിൽ വെച്ചിട്ട് തൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ ഒരാളുടെ വീഡിയോ എടുക്കുകയും തൻ്റെ ഫോണിൽ ആ വീഡിയോ പകർത്തുകയും അത് സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്തു. എന്തിനാണ്? ഇയാളുടെ തുടരെയുള്ള ഈ പറയുന്ന ലൈംഗിക ചേഷ്ടകൾ വയ്യാതെ വന്നപ്പോൾ ഇനി ഇതൊരു പെൺകുട്ടിക്കും ആവർത്തിക്കാൻ പാടില്ല, അല്ലെ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ദുരനുഭവം. അതിന് ഞാൻ ഒരു താക്കീത് കൊടുക്കുകയാണെന്നോണം ആ വീഡിയോ പങ്കുവെച്ചത് മാത്രമല്ല, അതിനുശേഷം മാധ്യമങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായതുകൊണ്ടും ആ പെൺകുട്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി, അപ്പം ഞാൻ അതിനങ്ങ് പ്രതികരിച്ചേക്കാമെന്ന് വെച്ചുകൊണ്ട് ഒരുപാട് സമയം ഞാൻ മെനക്കെട്ടിരുന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ഈ ഒരു കാമലീലകൾ അല്ലെങ്കിൽ ഈ ഒരു ഞരമ്പൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയതെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ തൻ്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ഷിംജിതയെ നമ്മൾ കണ്ടു. എന്നാൽ പോലീസ് എന്താണ് അവിടെ ചെയ്തത്? ഷിംജിതയെ നൈസായിട്ട് കൊണ്ടുപോയി അവളുടെ തന്നെ പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടുവന്ന പോലീസ് ഷിംജിതയ്ക്ക് കൊടുത്ത പണിയെന്ന് പറയുമ്പോൾ നല്ല ചിമിട്ടൻ പണി തന്നെയായിരുന്നു. അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ കേരള പോലീസിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ അവിടെ കണ്ടത്. അതായത് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയത്, ഷിംജിതയെ ഇപ്പോൾ പുറത്തു വിട്ടാൽ ഇനിയും ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ പയ്യന്മാര് അനാഥനാകും, അല്ലെങ്കിൽ ആ പയ്യന്മാരുടെ ജീവിതം നശിക്കും, ആ കുടുംബം അനാഥമാവും. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഷിംജിതയ്ക്ക് നല്ല മാതൃകാപരമായ അല്ല തക്കതായ ശിക്ഷ കിട്ടണം, അതിന് ഷിംജിത ജയിലിൽ തന്നെ കഴിയണം എന്നുള്ളതാണ് പോലീസ് എഴുതി കൊടുത്തത്. അത് തന്നെ കോടതി ഏറ്റെടുക്കുകയും ചെയ്തു. ഷിംജിത ജാമ്യത്തിനായിട്ട് അപേക്ഷ കൊടുത്തു, ജാമ്യം നിരസിച്ചു. എന്തുകൊണ്ടാണ്? ഷിംജിത ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ തോന്നിവാസവും തന്തയ്ക്ക് പുറക്കഴിയും കാണിക്കും എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും നീതിപീഠത്തിനും നമ്മുടെ എല്ലാ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കും മനസ്സിലായി. അപ്പം അങ്ങനെ ഷിംജിത ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയത്, ഒരു പോസ്റ്റ് ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ പോസ്റ്റ് സൈഡിൽ ആഡ് ചെയ്യാം. തനിക്ക് കടുത്ത ഡിപ്രഷൻ ആണെന്ന് കോടതിയിൽ ഷിംജിത. ജയിലിൽ തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടുന്നത്. തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്നു. വാവ്, പാവം. ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് കേട്ടോ. ഒന്നും ചെയ്യാതെ ഒരു ആണൊരുത്തൻ അവൻ്റെ കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടിയിട്ട് ആ പാവം പിടിച്ച പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. ഇതൊക്കെ ചെയ്തിട്ട് അവൻ ആത്മഹത്യയും ചെയ്ത് പാവം പിടിച്ച പെൺകുട്ടി ജയിലിലുമായി. അപ്പോൾ വലിയ ഡിപ്രഷനിലാണ് താൻ കടന്നു പോകുന്നത്. തന്നെ ജയിലിൽ എല്ലാവരും കുറ്റവാളിയായി കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷിംജിത ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിനകത്തേക്ക് പോകുന്ന സമയത്ത്, അല്ലെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അവളുടെ മുഖത്തൊരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു സ്ഫുരണങ്ങൾ ഇങ്ങനെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? അവളെ പുറത്തു വിടും, അതിജീവിതയാണ്, അതിജീവിതയുടെ പ്രൈവസിയിൽ ആരും കൈവെക്കാൻ പാടില്ല, ഞങ്ങൾ അതിജീവിതകളാണ്, ഞങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ഫെമിനിസ്റ്റുകൾ വരും, ഒരുപാട് ഫെമിനാസികൾ വരും. പറഞ്ഞതുപോലെ തന്നെ വന്നു കേട്ടോ, കുറേ അധികം ഫെമിനാസികളും ഫെമിനിസ്റ്റുകളും ഒക്കെ വന്നിട്ട് വല്ലാത്ത മെഴുകലുകളൊക്കെ ആയിരുന്നു. എന്നാൽ ഈ മെഴുകിയ ആളുകളുടെയൊക്കെ ചരിത്രം, അവരുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രം, അവരുടെയൊക്കെ ഇവരുടെയൊക്കെ എന്താ പറയുക പിൻകാല ചരിത്രം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ മുൻകാല ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് രീതിയിൽ നടന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് സാരം. അതായത് ഇവൾക്ക് വേണ്ടി സംസാരിച്ച എല്ലാ എണ്ണവും ഒരു സമയത്ത് മോശമായ രീതിയിൽ നടന്ന് അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടി തരംഗമാകാൻ ശ്രമിച്ച ആളുകളാണ്. എന്നിട്ടാണ് ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്. എങ്ങനെ കഴിഞ്ഞ ദിവസം അജിത് കുമാർ, അതായത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഈ അതിജീവിതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ഫെമിനിസ്റ്റുകൾ എന്തേ നമ്മുടെ ആശമാരുടെ സമരത്തിൽ പങ്കെടുത്തില്ല, ആശമാർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല, ആ സമയത്ത് മിണ്ടാത്ത ആ ഒരു ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് ഈ സമയത്ത് മിണ്ടുന്നു, പുരുഷന്മാരെ വട്ടം ചേർന്ന് നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അജിത് കുമാർ ചോദിച്ചത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത് നമ്മൾ കണ്ടു, നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഞാനിന്ന് കണ്ട വേറൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. രാഹുൽ ഈശ്വർ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നതാണ്. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ വീഡിയോ കൂടെ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. സത്യം, വേറൊന്നും വേണ്ട, ഒരു പരാതി. സ്റ്റേഷനിൽ കയറി പറഞ്ഞതാണ്. നമുക്ക് പോലീസിനോട് പരിഭവവും വിഷമവും ഉണ്ട്, പക്ഷെ പോലീസിന്റെ മാത്രം കുറ്റമല്ലെന്നറിയാം. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഇവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല, ഇവർക്ക് വേണ്ടി വിളിച്ചു പറയാൻ ആരുമില്ല, മീഡിയക്കാരുടെ പ്രശ്നമില്ല, സമ്മർദ്ദമില്ല. സത്യമാണ്. അതായത് രാഹുൽ ഈശ്വർ അവിടെ സത്യങ്ങൾ വിളിച്ച് പറയുകയാണ്, അല്ലെ സത്യങ്ങൾ തുപ്പുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് കമന്റുകളൊക്കെ ഉണ്ട് കേട്ടോ.
അതായത് 100 ഷംനയ്ക്ക് ഒരു രാഹുൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും പറയുന്നത്. പ്രതികരിക്കാതിരുന്നാൽ അനുഭവിക്കേണ്ടത് നമ്മൾ ആണുങ്ങളാണ്. ഈ ആണുങ്ങളോട് ഇത്രയും അധികം വിരോധം വരാൻ എന്താണ് ഇവർ ആണുങ്ങൾ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫെമിനിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൺവിരോധി എന്നൊരു പേര് അതിലുണ്ടോ, അല്ലെങ്കിൽ ആൺവിരോധി എന്ന് പറയുന്നൊരു സംഭവം അതിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നല്ല തൻ്റെ ഇടമുള്ള പെൺകുട്ടികൾ തന്നെ ആയിരിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ആണുങ്ങളുടെ മെക്കെട്ട് കയറാനായിട്ട്, അതായത് ആണുങ്ങളുടെ തോളത്ത് കയറിയതുകൊണ്ട് ആണുങ്ങളുടെ ചെവി തിന്നാമെന്നുള്ളൊരു ചിന്താഗതിയാണ് നിൻ്റെയൊക്കെ ഉള്ളിലുള്ളതെങ്കിൽ രണ്ടായിട്ട് മടക്കി കുത്തി അത് വേറെ എവിടെയെങ്കിലും വെച്ചോണം. അത് ആണുങ്ങളുടെ അണ്ണാക്കിലേക്ക് ഇട്ട് തിരികെ കയറ്റാനായിട്ട് വരരുത്. ഇവിടെ ആണുങ്ങൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല മര്യാദയ്ക്ക് ജീവിക്കാൻ ഒരു സ്ത്രീകൾക്കും പറ്റില്ല. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നല്ല സ്ത്രീകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആണുങ്ങളും മര്യാദയ്ക്ക് ജീവിക്കുന്നത്. പക്ഷേ ഇവരെ പോലെയുള്ള അഴിഞ്ഞാടി നടക്കുന്ന സ്ത്രീകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ നല്ല ആണുങ്ങളും മോശം ആണുങ്ങളിലേക്ക് മാറും. അതായത് ഷിംജിതയെ പോലെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ആണുങ്ങളുടെ, ഇപ്പോൾ അവൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അതിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ തള്ളി പിടിച്ചുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് മുട്ടിക്കുകയാണ്. സാധാരണ വേറൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും അയാൾ വിചാരിക്കുക എന്താണ്, തന്നോട് ഇൻട്രസ്റ്റ് തോന്നി ഇവൾ വരികയാണെന്നാണ്. അതായത് മുഖത്ത് ഒരു എക്സ്പ്രഷൻസും ഇല്ല, ഒരു വിഷമവും ഇല്ല, സന്തോഷമാണ്. എന്തോ നേടിയെടുത്തതിൻ്റെ ഒരു ആത്മനിർവൃതിയാണ് അവളുടെ മുഖത്ത് കാണുന്നത്. അപ്പം അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെൺകുട്ടി, അഴിഞ്ഞാടി നടക്കുന്ന ഒരു സ്ത്രീ ആ പറയുന്ന പാവം പിടിച്ച ദീപകിനെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവളെ വെറുതെ വിടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം കാണിച്ച നമ്മുടെ കേരള പോലീസ് എത്ര വാക്കുകൾ പറഞ്ഞാലും അല്ലെ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിൻ്റെ വില കണ്ട, അല്ല കണ്ണുനീരിൻ്റെ മഹത്വം അറിഞ്ഞ, അല്ലെ ആ കണ്ണുനീര് എന്താണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കേരള പോലീസ്, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അതിന് വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ കരുക്കൾ നീക്കിയിട്ടുണ്ട്. ഇനിയും ഈ തോന്നിവാസം ഈ നാട്ടിൽ അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ഷിംജിതയെ പിടിച്ചകത്തിട്ടിരിക്കുന്നതും ഇനി ഷിംജിതയ്ക്ക് പണി കിട്ടാൻ പോകുന്നതും. ഷിംജിത ഇനി പുറം ലോകം കാണില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ പറഞ്ഞു കഷായം ഗ്രീഷ്മയെ പോലെ ഷിംജിതയും നല്ല കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നടപ്പിന് പുറത്തു വിടുമെന്നുള്ളത്. എന്നാൽ ഇതിൽ ആ ഷിംജിത കൊന്നുകളഞ്ഞ, ആ ഒരു കുടുംബം അനാഥമാക്കിയ ആ വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ട്. പ്രായം ചെന്ന ആളുകളാണ്, അവരെ നോക്കാൻ ഇനി ആരുമില്ല. ആകെ ഉണ്ടായിരുന്നൊരു തുണയാണ് ആ മകൻ. അദ്ദേഹത്തിന് ഭാര്യയുമുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവൾ പ്രചരിപ്പിച്ചപ്പോൾ ഇവൾക്ക് ആദ്യമേ പ്രതികരിക്കാമായിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞു ഇവൾക്ക് പ്രതികരിക്കാമായിരുന്നു. ഇവൾക്ക് വീഡിയോ, അവൾക്കൊരു ബുദ്ധിമുട്ട്, ഒരു അബ്യൂസായിട്ട് ഇയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹരാസ്മെൻറ്റ് ഇയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സെക്ഷലി ഇയാൾ അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവൾക്കത് ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു. സോഷ്യൽ മീഡിയയിലല്ല, അവിടെ നിന്ന് ആ ബസ്സിൽ വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യാം. വേണമെങ്കിൽ ആ സമയത്ത് വീഡിയോയും എടുക്കാം. എന്നാൽ ആ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ അതിൽ പ്രതികരിക്കുന്നില്ല. പ്രതികരണശേഷി ഇല്ലാത്തൊരാളല്ല ഷിംജിത. ഒരു വാർഡ് മെമ്പറാണ്, UDFൻ്റെ ഒരു സാരഥി കൂടിയാണ്. അപ്പോൾ ഒരിക്കലും വാ മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ വാ പൂട്ടി മിണ്ടാതിരിക്കുന്ന സ്ത്രീയാണ്, കുലസ്ത്രീയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഷിംജിത എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ റീച്ചിന് വേണ്ടി ചെയ്യുന്നു. എന്നിട്ട് ഇവൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഇവളുടെ സഹോദരൻ വരുന്നു. എല്ലാ എണ്ണത്തിനും പിടിച്ചകത്തുണ്ട്. ഇവളുടെ അച്ഛൻ, ഇവളുടെ അമ്മ, ഇവളുടെ അനിയനുണ്ട് അനിയൻ, ഇവളുടെ കെട്ടിയോനുണ്ട് കെട്ടിയോൻ, ഇവളുടെ ഈ ആങ്ങള, എല്ലാത്തിനും പിടിച്ചകത്തിടണം. കാരണം ഈ ഒരു ക്രൈമിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ എല്ലാത്തിനും പങ്കുണ്ടെന്നുള്ളൊരു കാര്യം സത്യമാണ്. അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പറയുന്ന 7ഓളം വീഡിയോ എടുത്ത് ഇവൾക്ക് ഈ വീഡിയോ ആരാണ് എഡിറ്റ് ചെയ്ത് കൊടുത്തത്, ഇവളെ ഒളിച്ച് താമസിപ്പിക്കാൻ ആരാണ്, അല്ലെ താമസിക്കാൻ ആരാണ് സമ്മതിച്ചത്, ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും പിടിച്ചകത്തിടണം. ഇത് ഞാൻ മാത്രം പറയുന്നൊരു കാര്യമില്ല. കേരളത്തിലെ ഓരോ സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയടക്കം എല്ലാ ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നത്, ഞാൻ പറഞ്ഞു കീത്തു എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. അതായത് ഇവളെ പോലെയുള്ള അഴിഞ്ഞാടി നടക്കുന്ന എല്ലാ ആളുമാരെയും പിടിച്ചകത്തിടണം. എല്ലാ ആളുകളുടെയും വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ കയ്യിൽ കിട്ടിയ തല്ലിക്കൊല്ലണമെന്ന് തന്നെയാണ്, തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ്. അത് കേവലം ഈ ദീപക് എന്ന് പറയുന്നൊരു യുവാവിനെ കണ്ടതുകൊണ്ടല്ല. ഈ നാട്ടിൽ ഇതൊരു ട്രെൻഡായിട്ട് വളർന്നു വരുന്നു. ഇതൊരു പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ ഒരു കൂട്ടം പുരുഷന്മാർക്കെതിരെ നടക്കുന്ന ഒരു ടൂളായിട്ട്, സ്ത്രീകളെ ഒരു ടൂളാക്കി ഉപയോഗിക്കുന്ന ആളുകളുള്ളപ്പോൾ അതൊരു ടൂളായിട്ട് തന്നെ സ്ത്രീകളും കണ്ടുകൊണ്ട്, തനിക്ക് കിട്ടുന്ന ഒരു പരിഗണന ഒരു പ്രിവിലേജായി കണ്ടുകൊണ്ട് ആണുങ്ങൾക്ക് മേൽ എന്തും കാണിക്കാമെന്നുള്ളൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഇവർക്ക് ഉണ്ടായത് കൊണ്ടുണ്ടായൊരു സംഭവമാണ്. ഇതിന് ഒരു താക്കീതായിട്ട് ഷിംജിതയുടെ വിഷയം കേസ് ഉണ്ടാവട്ടെ. ഷിംജിത ഒരു കാരണവശാലും പുറംലോകം കാണരുത്. ആ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ മരിച്ചുപോയ ദീപകിൻ്റെ ആത്മാവിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ തോന്നിവാസങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായ മറുപടി തന്നെ കിട്ടണം. അതെന്തായാലും നമ്മുടെ കേരള പോലീസ് കൊടുക്കും, നമ്മുടെ സർക്കാർ കൊടുക്കും.